ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ പഠിച്ചിരുന്നു അല്ലേ? ഇവിടെ അതുപോലെ പാർഷ്യൽ ഇൻ്റഗ്രേഷനും ഉണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഇൻ്റഗ്രൽ a to b f of x dx, ഇൻ്റഗ്രൽ c to d f of x by dy എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രേഷൻ നോക്കുക. ഇൻ്റഗ്രൽ a to b f of x by dx എന്നാണെങ്കിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഡി എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ ലിമിറ്റാണ് ഈ എ ടു ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻ്റഗ്രൽ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവിടെ വൈയുടെ ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എങ്ങനെയാണ്? സി ടു ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഹോൾഡിംഗ് വൈ ആസ് ഫിക്സഡ്. നമ്മൾ ഡിഫറൻസിയേഷനിൽ വൈ ആസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വൈയെ ഫിക്സഡ് ആക്കി വയ്ക്കുക. ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് കൊണ്ട് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവിടെ ഡിഫറൻസിയേഷൻ ആയിരുന്നു, ഇവിടെ ഇൻ്റഗ്രേഷനാണ്. സോ ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ബൈ ഹോൾഡിംഗ് എക്സ് ആസ് ഫിക്സഡ്. എക്സ് ഫിക്സഡ് ആക്കി വെച്ചിട്ട് വൈ വെച്ച് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും അല്ലേ? അവിടെ വൈയെ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ട് കിട്ടുന്ന വാല്യൂ ഇൻ ടേംസ് ഓഫ് വൈ ആയിരിക്കും. അതുപോലെ തന്നെ പാർഷ്യൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. കാരണം അവിടെ എന്താ, എക്സിനെയാണ് നമ്മളവിടെ ഫിക്സഡ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എക്സിന് അവിടെ മാറ്റമൊന്നും വരുന്നില്ല. നമ്മുടെ ഫംഗ്ഷനിൽ മെയിൻ ഫംഗ്ഷനിൽ എന്താണോ എക്സ് എങ്ങനെയാണോ അത് രീതി തന്നെയായിരിക്കും ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷവും എക്സ് വരിക. അപ്പോൾ ദാറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് വെൻ വി ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, പാർഷ്യലി ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എന്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം? വൈ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയ വൈ സ്ക്വയറിനെ ഔട്ട് സൈഡ് എടുത്തു. വൈ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് എന്താണ്? അപ്പോൾ ഈ വാല്യൂ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? കുറേ ഫോർമുലാസ് നമ്മൾ പഠിച്ചതാണ് ഇൻ്റഗ്രേഷൻ്റെ. അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇത് എക്സ് സ്ക്വയർ ബൈ 2 ആണ് അല്ലേ? എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ് അല്ലേ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. അതുപോലെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ പവർ 1 ആണ്. 1 + 1 2 ബൈ 2 എന്ന് വരും. അതായത് എക്സ് സ്ക്വയർ ബൈ 2. ഇനി അപ്പർ ഇൻ്റഗ്രലും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു 0 to 1 ആണ്. ആ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു 1/2 - 0 എന്ന് വരും. അതായത് വൈ സ്ക്വയർ ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ വാല്യൂ എന്ത് കിട്ടി? വൈ സ്ക്വയർ ബൈ 2. സെയിം ഫംഗ്ഷനെ തന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ ഡി വൈ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡി വൈ എന്ന് വേണം അവിടെ. അപ്പോൾ വൈയുടെ ലിമിറ്റ് ആയിരിക്കും ഈ 0, 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് എന്നത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ എക്സ് ഔട്ട് സൈഡ് എടുത്തു. എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ ഡി വൈ എന്ന് എഴുതാം. മുമ്പേ പറഞ്ഞു ഇക്വേഷൻ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അതുപയോഗിച്ച് വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? വൈ ക്യൂബ് ബൈ 3 വരും അല്ലേ? ഇവിടെ പവർ 2 ആണ്. 2 + 1 ബൈ 2 + 1 വന്നു. അതായത് വൈ ക്യൂബ് ബൈ 3. ലിമിറ്റ് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസും കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 1/3 - 0 അതായത് എക്സ് ബൈ 3 കിട്ടും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. ഓക്കെ,
ഇനി ഐട്രേറ്റഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് ഡബിൾ ഇൻ്റഗ്രൽ വരും. ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. നമ്മൾ ആദ്യം ചെയ്തത് ഇൻ ടേംസ് ഓഫ് ഐദർ ഇൻ ഡി എക്സ് ഓർ ഇൻ ഡി വൈ ആണ്. ഒരേ ഒരു ഇൻ്റഗ്രലേ വന്നിട്ടുള്ളൂ, സിംഗിൾ ഇൻ്റഗ്രലാണ്. ഇവിടെ ഡബിൾ ഇൻ്റഗ്രലാണ്. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുന്നത്. സോ ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണെങ്കിൽ അപ്പോൾ ഈ എക്സിൻ്റെ ആദ്യം കിടക്കുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ ലിമിറ്റാണ് എ ടു ബി എന്ന് പറയുന്നത്. സോ അതിനെയാണ് ബ്രാക്കറ്റ് ആക്കി എഴുതിയേക്കുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. ദെൻ പുറത്തെ ഇൻ്റഗ്രൽ സി ടു ഡി ഇത് ഡി വൈ. ഓക്കെ, അപ്പോൾ ഈ എക്സിൻ്റെ ലിമിറ്റാണ് എ ടു ബി എന്ന് പറയുന്നത്, വൈയുടെ ലിമിറ്റാണ് സി ടു ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത പോർഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ആ കിട്ടുന്ന വാല്യൂവിനെ വീണ്ടും ഇൻ്റഗ്രൽ സി ടു ഡി കിട്ടുന്ന വാല്യൂ ഡി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് സോൾവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഐട്രേറ്റഡ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ആദ്യം ഡി എക്സും ഡി വൈയും വന്നാൽ എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഡി എക്സ് തന്നെ ചെയ്യുക, ദെൻ അതിനുശേഷം ഡി വൈ ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ഇൻ്റഗ്രൽ നോക്കി. ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഡി വൈ എന്നാണ് ആദ്യം എത്തിക്കണേ അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈയുടെ ലിമിറ്റ്സ് ആയിരിക്കും സിയും ഡിയും എന്ന് പറയുന്നത്. ആ കിട്ടുന്ന വാല്യൂവിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൻ്റെ ലിമിറ്റ്സ് ആയിരിക്കും എ ബി. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാണ് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ എ ടു ബി ദെൻ ബ്രാക്കറ്റ് കൊടുത്തു ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു വൈ ഉള്ളത് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ശേഷം ആ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇൻ്റഗ്രൽ വാല്യൂ, ഈ ഇൻ്റഗ്രൽസിനെയാണ് നമ്മൾ ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എക്സിൻ്റെ ലിമിറ്റ് എ ടു ബി ആണ് എന്ന് മനസ്സിലായതിന്ന്, വൈയുടെ ലിമിറ്റ് സി ടു ഡി ആണ്. ഇങ്ങനെ ഓർഡർ അനുസരിച്ച് നമുക്ക് പറയാം. ഇനി വരുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് പഠിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ലിമിറ്റ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് മാത്രമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, വൈയുടെ ടേംസിൽ കിട്ടാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂ വരാം, അപ്പോൾ രണ്ടും മിക്സഡ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള പ്രോബ്ലംസ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. ആദ്യം എഴുതുന്നത് ആദ്യം ചെയ്യുക, ദെൻ അതിനുശേഷം പുറത്തുള്ള വാല്യൂ ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം കോൺസ്റ്റൻസ് ആയിരിക്കും, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ സി ഡി എ ബി എന്നൊക്കെ പറയുന്നത് ഓരോ നമ്പേഴ്സ് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെയോ വൈയുടെയോ ടേംസിലാണെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് നമ്മൾ പറയും, എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളതൊക്കെ നമ്മൾ പറയും. അത് ആദ്യം ഏത് ചെയ്യണം, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണോ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണോ എന്നുള്ളതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും സിയും ഡിയും ഒക്കെ എന്താണ് ഓരോ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓർഡർ മാറിയെന്നുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 2 to 4 40 മൈനസ് 2xy dy dx. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 2 to 4 40 മൈനസ് 2xy dy dx. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് നോക്കുവാണെങ്കിൽ ഇതെല്ലാം കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. നമുക്ക് ഏത് ഓർഡറിൽ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ dy dx എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം y തന്നെ ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈ തന്നെ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ ആദ്യം കോൺസ്റ്റൻ്റ് ആക്കി എടുക്കേണ്ടത് ഏതാണെന്നാണ് പറഞ്ഞത്, എക്സ് എന്നതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം എന്നല്ല പറഞ്ഞത്. സോ ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 1 to 3 വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് ബ്രാക്കറ്റ് ഇട്ടു. ഇൻ്റഗ്രൽ 2 to 4 40 മൈനസ് 2xy ഡിവൈയുടെ ടേമിനെ മാത്രം ഞാൻ ബ്രാക്കറ്റ് ഇട്ട് എഴുതി, ദെൻ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ നിർത്തുക തൽക്കാലം. ദെൻ ഇതിനകത്തുള്ള വാല്യൂ, ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂവിനെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ 40 ആണ്. ഇൻ്റഗ്രൽ ഓഫ് 40 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് 40. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു എക്സ് അല്ലെങ്കിൽ വൈ ടൈമും കൂടെ വരും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്, അതുകൊണ്ട് 40y എന്ന് വരും അല്ലേ. 40y ദെൻ മൈനസ് 2xy. 2xyയുടെ ഇൻ്റഗ്രൽ എന്താണ്, 2xyയുടെ ഇൻ്റഗ്രൽ അവിടെ 2x എന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എക്സ് ടേമിനെ അപ്പോൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓൾറെഡി 2x എന്നത് കോൺസ്റ്റൻ്റ് ആണ്. 2x ഇൻറ്റു ദെൻ വൈയുടെ ഇൻ്റഗ്രൽ ഓഫ് y എന്നത്
ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അത് വെച്ച് ഇൻ്റഗ്രൽ ഓഫ് വൈ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂവിൻ്റെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. അതിന് ശേഷം എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ ലിമിറ്റ്സ് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. അതിനുശേഷം മാത്രമേ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇൻ്റഗ്രൽ 1 to 3 40y. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഏതിനാണ് കൊടുക്കേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ വൈയുടെ ടേംസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയാണ് ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. അതായത് 4 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വൈയുടെ പ്ലേസിൽ. ദെൻ മൈനസ് ലോവർ ലിമിറ്റായ 2 വൈയുടെ പ്ലേസിൽ കൊടുക്കണം. എന്നിട്ട് അത് സോൾവ് ചെയ്യണം. ആ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ചെയ്യാൻ പോകുന്നത്. സോ 40yയിൽ വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഈ 4 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ 40 × 4. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന രീതിയിൽ തന്നെ എഴുതുകയാണ്. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മൈനസ് ഈ 2 എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. പിന്നെ ബാക്കി വരുന്ന അവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ വൈയുടെ പ്ലേസിൽ ഞാൻ 4 കൊടുത്താൽ 4 സ്ക്വയർ. ഓക്കെ, 4 സ്ക്വയർ. അപ്പോൾ ഏത് ടൈം കഴിഞ്ഞു? അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൈനസ് ടൈമാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് എഴുതേണ്ടത്. സോ അപ്പർ ലിമിറ്റ് കൊടുത്തു, ദെൻ അതിനുശേഷം ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം ഒരു ബ്രാക്കറ്റ് അവിടെ ഇടണം. അടുത്ത ടൈം മൊത്തം ഒരു ബ്രാക്കറ്റിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ മൈനസ് ഓഫ് 40 × y. വൈയുടെ പ്ലേസിൽ 2 കൊടുക്കുക അല്ലേ? ലോവർ ലിമിറ്റ് ഇവിടെ 2 ആണ്. വൈയുടെ പ്ലേസിൽ 2 കൊടുക്കുക. 40 × 2 ദെൻ മൈനസ്. എക്സാമിന് ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണ്ട. ഞാനൊരു ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ എഴുതണം കേട്ടോ. ദെൻ വീണ്ടും 2x എന്നത് 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ അവിടെ എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് ഇൻറ്റു വീണ്ടും വൈ സ്ക്വയർ ആണ്. ഇവിടുത്തെ വൈ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റായ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ കുറേ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ എക്സ്പാൻഡ് ഒന്നും ചെയ്ത് ഒത്തിരി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ തന്നെ വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 40 × 2 മൈനസ് എക്സ് ഇൻറ്റു 2 സ്ക്വയർ. ഇനി എന്താണ്? അപ്പർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റ്, ഇത് ലോവർ ലിമിറ്റ്, അത് രണ്ടും കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താ കൊടുക്കേണ്ടത്? ഇവിടെയുള്ള dx. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ സോൾവ് ചെയ്തിട്ട് കിട്ടുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം ലിമിറ്റ്സ് കൊടുക്കുക. അപ്പോൾ വലിയൊരു ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് കൊടുക്കുക നമുക്കിവിടെ. ഓക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ യൂസ് ചെയ്തു, അതുകൊണ്ട് ഒരു കേളി ബ്രാക്കറ്റ് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 3. ആ കേളി ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ സോൾവ് ചെയ്യുക ആദ്യം. ഓക്കെ, അപ്പോൾ 40 × 4 160. ദെൻ മൈനസ് 4 സ്ക്വയർ ഈസ് 16. അപ്പോൾ 16x. ദെൻ മൈനസ് അടുത്ത ടേം ബ്രാക്കറ്റിനകത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, മൈനസ് ഇട്ടു. അതിന് ബ്രാക്കറ്റിനകത്ത് 40 × 2 80. ദെൻ മൈനസ് 2 സ്ക്വയർ ഈസ് 4 × x 4x. അപ്പോൾ ഇവിടെയാണ് തെറ്റിക്കാൻ പോകുന്നത്. ഇവിടെ മൈനസ് ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനിത് സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ 160 മൈനസ് 16x മൈനസ് 180 പ്ലസ് 4x എന്ന് വരും അടുത്ത സ്റ്റെപ്പിൽ. സോ ഇൻ്റഗ്രൽ 1 to 3 160 മൈനസ് 16x മൈനസ് 80 ദെൻ പ്ലസ് 4x dx അല്ലേ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. പ്ലസ് 80 എന്നത് മൈനസ് 80 ആയി, മൈനസ് 4x എന്നത് പ്ലസ് 4x ആയി. ഇനി ഇൻ്റഗ്രേഷൻ പോസിബിൾ ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ ടൈമിനെ ടൈം ബൈ ടൈം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 160 കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതിന് മുമ്പ് ഇതൊന്ന് സോൾവ് ചെയ്യാമല്ലോ. 160 ഉണ്ട്, ഇവിടെ ഒരു 80 ഉണ്ട് അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ 1 അതിനും കൂടെ ഒന്ന് സോൾവ് ചെയ്തിട്ട് 80 മൈനസ് 16x പ്ലസ് 4x ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 12x dx. അപ്പോൾ ഇനി കുറച്ചും കൂടി ഈസി ആയി. അപ്പോൾ 2 ടൈമേ ഉള്ളൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 80യെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 80x വരും അല്ലേ? ദെൻ 12xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2/2 ആണ്. സോ 12x²/2 കഴിഞ്ഞോ? ഇല്ല, അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. അപ്പോൾ ഇത് കൊടുക്കാൻ മറന്നു പോകരുത്. സോ 80 × x അവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ അവിടെ 3 ആണ്. 80 × 3 വരും. 80 × 3 ദെൻ മൈനസ് ഞാൻ ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 2ഉം 12ഉം ക്യാൻസൽ ചെയ്ത് 6 എന്ന് എഴുതുവാണ്. സോ 6x² അവിടെ വരിക. ദാറ്റ് ഈസ് 6 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണ് 3 കൊടുക്കുക. 3² ദെൻ മൈനസ്
ഇനി ലോവർ ലിമിറ്റിൻ്റെ ടേം കൊടുക്കുമ്പോൾ 80 × 1 80, ദെൻ മൈനസ്, അടുത്ത മൈനസ്, ഇവിടെ 6x², 6 × 1 square. ഓക്കെ, 6 × 1 square, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 × 40, 80 × 3, 80 × 3 എന്ന് പറയുമ്പോൾ 240 മൈനസ്, ദെൻ 3² × 6, 3² × 6 54 അല്ലേ, മൈനസ് 80, ഇവിടെ ഒരു 6 × 1 square, അത് 6 ഉണ്ട്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, പ്ലസ് 6. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 112. ഓക്കെ, 112 ആയിരിക്കും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഓർഡറിൽ ചെയ്താലും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താലും വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താലും സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഫസ്റ്റ് ചെയ്തത് അല്ലേ. ഇത് ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു, dx dy എന്നാക്കി. ഇൻ്റഗ്രൽസ് 2 to 4, ഇൻ്റഗ്രൽ 1 to 3, 40 - 2xy dx dy. ഓക്കെ, dx dy എന്ന് പറയുമ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ ആൻസർ തന്നെയാണോ കിട്ടണതെന്ന് നോക്കാം. ഇൻ്റഗ്രൽ 2 to 4, ദെൻ ഇൻ്റഗ്രൽ 1 to 3, 40 - 2xy dx dy. അപ്പോൾ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ കേട്ടോ. ഇൻ്റഗ്രൽ 2 to 4, ഇൻ്റഗ്രൽ 1 to 3, 40 - 2xy dxനെ ആദ്യം എടുത്തു, ദെൻ dy. ദാറ്റ് ഈസ് ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 40x എന്ന് വരും, പിന്നെ ഈ 2x²/2 എന്ന് വരും ഇവിടുത്തെ 2xyനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ 2x²y/2 എന്ന് വരും. ആ 2 ക്യാൻസൽ ചെയ്ത് x²y എന്ന് എഴുതി, അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക, ദെൻ dy. ദെൻ ഇൻ്റഗ്രൽ 2 to 4 ഈ വാല്യൂ അപ്പർ ലിമിറ്റായ 3 കൊടുക്കുക, അപ്പോൾ 120 - 9y മൈനസ് ഓഫ് 40 - y dy എന്ന് വരും. അടുത്ത കിട്ടുന്ന വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു y സോ ഇൻ്റഗ്രൽ 2 to 4 80 - 8y dy എന്ന് അവിടെ കിട്ടുക. അതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 80y, 80യുടെ ഇൻ്റഗ്രൽ 80y, ദെൻ മൈനസ് 8y²/2, അപ്പർ ലിമിറ്റ് 4, ലോവർ ലിമിറ്റ് 2. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 1112 തന്നെ കിട്ടും. അപ്പോൾ ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസിൽ ഓർഡർ ഏത് രീതിയിൽ ചെയ്താലും ആൻസർ സെയിം ആയിട്ട് കിട്ടും. അതേസമയം ഞാൻ പറഞ്ഞു വരുന്ന ക്ലാസ്സുകളിൽ ഇൻ്റഗ്രലിൻ്റെ ആ ABCD എന്നുള്ള വാല്യൂസ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് അല്ല എങ്കിൽ അത് വ്യത്യാസമുണ്ട്. അപ്പം അത് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.